എത്രയോ നാളുകളായി കണ്ണു തുറന്നു വെച്ചാൽ നേരം വിളിപ്പിക്കുന്നത്. പേടിയാ. ഉറക്കമിട്ട് എഴുന്നേക്കുമ്പോ കണ്ണിൽ ഇരുട്ടാണേല്, പിറക്കുന്നതേ കുരുടനായിട്ടായിരുന്നേല് ഒന്നും കണ്ടില്ല എന്നുള്ള ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം കാണിച്ചെന്നിച്ച് പെട്ടെന്നൊരു ദിവസം ഇനി ഒന്നും കാണിടാവും എന്ന് പറയുമ്പോ ആർത്തി കൂടുക കണ്ടെന്നറിയാൻ. പക്ഷെ അങ്ങനെ തന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ. മുകളിലേക്കുന്ന പുള്ളിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ ജോണിയെ കിട്ടത്തില്ല. എന്റെ പിസ്റ്റളിൽ ഞാനൊരു ബുള്ളറ്റ് കരുതിയിട്ടുണ്ട്. കാഴ്ച തീർത്തും നഷ്ടപ്പെടുന്ന ദിവസം താഴെ ഇവിടെ ചേർത്ത് വെച്ച് ഒറ്റ താങ്. അങ്ങനെ ഒരു തീരുമാനം അത് വേണ്ട. രണ്ട് കണ്ണുകളുള്ള ഒരാളുണ്ടായല്ലോ ജോണിയുടെ കൂടെ ജീവിക്കാൻ. അതുപോലെ വേണ്ട ടീച്ചറെ. അങ്ങനെ ആർക്കും ഒരു ഭാരമായിട്ട് കഴിയാൻ ജോണിക്ക് പറ്റത്തില്ല. അതൊരു എന്നാ പറയുന്നേ, ഈഗോ പ്രശ്നമാണ്. ജോണി വേണ്ട. ഈ നിമിഷത്തിൽ ഒന്ന് ചേർത്ത് നിർത്താൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. കണ്ട അന്ന് തൊട്ട് മനസ്സിനെ ശാസിച്ചു നിർത്തുകയായിരുന്നു. വെളുപ്പാങ്കാലത്ത് കണ്ട ധ്രുവനക്ഷത്രം പോലെ നേരെ ചുവയെ കാണാൻ കഴിയും മുമ്പേ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകില്ലേ. നിന്റെ ഈ കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നേ. എന്തു തന്നെ ആയാലും എന്റെ അടുത്ത് ഒളിച്ചു വെക്കാൻ തോന്നിയല്ലോ അച്ചായന്. കളയടാ മോനെ, വിധി പോലെ വരട്ടെ. അല്ലാതെ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നോക്ക്, ഇനി എത്ര കാലം നിന്നെ ഇതുപോലെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നിനക്കൊരു കൂട്ടുണ്ടാവുമെന്ന് എനിക്ക് കാണണം. എനിക്ക് വേണ്ട അച്ചായൻ, എനിക്കിനി ഒന്നും വേണ്ട. വേണം, എനിക്ക് വേണ്ടി. ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണിലെ വെളിച്ചം പോകുമെന്ന് എനിക്ക് ഉറപ്പാ. അച്ചായൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം, മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന വാക്കുകളാണ്. വിശ്വസിക്കണം. ആശുപത്രിയിൽ രേഖകളുണ്ട്, പരിശോധിക്കാം. സത്യമല്ലെങ്കിൽ എന്റെ 3 കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് കൊല്ലാം. എന്റെ മോളെ 3 പേരിൽ ആരാണ്? പറയില്ല, പറയില്ല. ദയവേത് പറയൂ. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. പറയൂ, ഏതാണ് എന്റെ മകള്? അഞ്ജു. ബാബ, എന്റെ മോള്. കള്ളവണവും പറയുന്നത് ആ പെമ്മട്ടിലെ രക്ഷിക്കാനാ. അറക്കടാ അവന്റെ കഴുത്ത്. അഞ്ജു, ഇനി ഇയാളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് എന്റെ മോളെ വേണം. പാല് തന്ന കൈക്ക് തന്നെ കടിക്കൂ അല്ലേ? யோ, அந்தப்பா கொஞ்சம் தள்ளி இல்லையா? சாரி, உள்ளே போக முடியாது. பர்மிஷன் இல்லாம உள்ள விடக்கூடாதுன்னு சொல்லியிருக்கு. ആന്റി, എനിക്ക് എന്റെ ഡാഡിയെ കാണണം. കാണിക്കാം മോളെ. അങ്കിൾ അതിനല്ലേ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. വാ, അങ്ങോട്ടിരിക്കാം. വാ. പറയുന്ന കേക്ക്.
ഞങ്ങളെ ഡാഡി അടുത്ത് കൊണ്ടുപോകുമോ? കൊണ്ടുപോകാം. എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർ നോക്കട്ടെ. ഞങ്ങൾ ആരുമില്ലാത്തവരാവോ? എന്താ മോളെ നീ ഇങ്ങനെ കരയല്ലേ? സമാധാനിക്ക്. ഈശ്വരൻ ഒന്നും വരുത്തില്ല. രമണി, കുട്ടികളെ സമാധാനം. ആന്റണി, എന്താണ് സാർ ഹരിസാറെ കാപ്പാത്തി இந்த ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? ഇവനെ പുറത്തുവിടണ്ട. സാർ, ഹരിദാസ്. ഹരി, ഡാഡി, ശ്രീകുട്ടി, നന്ദി കുട്ടിക്കും പാറക്കുട്ടിക്കും ധൈര്യം കൊടുക്കണം. ആന്റണി വിളിക്കും. പുറത്ത് ആന്റണി ഒരാൾ നിൽപ്പുണ്ട്. നീതാണ് ആന്റണി? ഉള്ളവാ. സാർ, ആന്റണി സാർ, എന്റെ 3 മക്കളെയും പൊന്നുപോലെ നോക്കണം സാർ. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? ദൈവത്തെ ഓർത്ത് പറയണം. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാം എല്ലാരും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനി, ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആനയെ കിട്ടുമായിരുന്നില്ല. ഓ, അപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളെ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണോ തെറ്റ്? പറയൂ. സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടി എന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴകിയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടിനുറുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ.
പോലീസ് പിടിച്ചുകൊണ്ടുപോയ എന്റെ അമ്മയെ. നാണം കെട്ടത്. എന്റെ അമ്മ എവിടെ സാർ? ആരാടാ നിന്റെ അമ്മ? റോസി. ഓഹോ, റോസാമ്മ അല്ലടാ. എനിക്ക് എന്റെ അമ്മയെ കാണുന്നു. അമ്മ വഴിയിൽ കണ്ട പോലീസുകാരോടെല്ലാം അമ്മയെ തിരക്കിയപ്പോൾ അവരെല്ലാം കൈമലർത്തി. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു. എത്തിച്ചേർന്നിടത്തെല്ലാം ഉറങ്ങി. രാത്രി മോശമല്ലേ? എവിടെ എടുത്തിരുത്തില്ല പേഴ്സണല്ല കഷ്ടപ്പെടാം. മൊട്ടേന്ന് വിരിഞ്ഞില്ല മോട്ടിക്കുന്നൂടാ. ചെരുപ്പുകളെ സത്യം പറയടാ. ഇവിടെ കുറ്റം ചെയ്യാത്ത എന്നെ, എന്റെ അമ്മയെയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വെറുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കും സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? 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 ഇനി മതി, ഇറക്കി വിട്ടേക്ക്. താങ്ക്സ്. എന്താ നോക്കുന്നേ? നടു റോഡിൽ വെള്ളമടിച്ച് കുഴഞ്ഞാടിയവൾ
കൂസലില്ലാതെ നടന്നു പോകുന്നല്ലോ എന്നാണോ? വരും കാലത്ത് നിങ്ങളുടെ പ്രതിമ അവിടെ ആരും സ്ഥാപിക്കരുതെന്ന് കരുതിയ ഈ കളിയെല്ലാം കളിച്ചത്. മുഖ്യമന്ത്രിയുടെ ഭാര്യ വെള്ളം പിടിച്ച് ഡാൻസ് കളിച്ചെന്ന് നാട്ടുകാരെല്ലാം പറയണം. അതാ എനിക്ക് വേണ്ടത്. നിങ്ങളുടെ നാണോ മാനോ എല്ലാം കാറ്റിൽ പറക്കണം. അതെനിക്ക് കാണണം. ഈ സമയത്ത് നിങ്ങളോട് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ അന്തസ് എന്താവെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പഴയ സേതു ആയിരുന്നെങ്കിൽ കൊലയാളിയായനെ. എന്താ നോക്കുന്നത്? എന്നെ കൊണ്ട് നീ കല്യാണം കഴിപ്പിച്ചില്ലേ? അതാരെയാണെന്നറിയും? മരിച്ചുപോയ മുഖ്യമന്ത്രിയുടെ മോള്. അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടതിന് എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്താ ഈ പറയുന്നത്? അതെ സരസു, നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എന്നെ വഞ്ചിച്ചു. ഞാൻ നശിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. ഇപ്പൊ അവൾ എന്നെ ഭരിച്ചോണ്ടിരിക്കുക. ഇതുവരെ ഞാൻ അവളെ കണ്ടത് CM-ന്റെ മോളായിട്ടാണ്. എന്റെ ഭാര്യയെ കാണാൻ കഴിഞ്ഞില്ല. അവൾ വന്നതിന് എന്നോടുള്ള പ്രതികാരമായിട്ടാ. ഞാൻ പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ല. അവളുടെ അച്ഛനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളും. സരസു, ഒരു വിധത്തിൽ എല്ലാത്തിനും കാരണക്കാരി നീയാ. അയ്യരുടെ വേഷം കെട്ടിക്ക് എന്നെ ജോലിക്ക് അയച്ചതും നശിപ്പിച്ചെന്ന പേരിൽ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും എല്ലാം എനിക്കാണെന്നുള്ള ആശ മനസ്സിൽ തന്നിട്ട് ഒന്നും തരാതെ നീ പോയല്ലോ. ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന ധർമ്മസങ്കടം. സമാധാനത്തോടെ കഴിച്ചിട്ടും ഉറങ്ങിയിട്ട് നാളെത്രയെന്നറിയൂ. ഞാൻ വന്ന അകത്ത് വരണ്ടെന്ന് പറയുമെന്ന് എനിക്കറിയാം. നീ പോയാ എനിക്ക് വേറെ ഇടമില്ല സരസു. കൊള്ളാം, നന്നായിട്ടുണ്ട്. കള്ളക്കാമോൻ ഉരുള കൊടുക്കല്ലേ? മടി കിടത്തി താരാട്ട് പാടി ഉറക്കായിരുന്നില്ലേ അവനെ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഭർത്താവ് വെപ്പാട്ടിയുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് കണ്ണു അടച്ചിരിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. എന്താ പറഞ്ഞേ? ഞാൻ വെപ്പാട്ടിയെന്നോ? മര്യാദയ്ക്ക് സംസാരിക്ക. നീ പാവമാണെന്ന് കരുതി നിന്റെ ജീവിതം നശിക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചു. ആരോ ചെയ്ത തെറ്റിന് ഇങ്ങനോട് എന്തിനാ വൈരാഗ്യം തീർക്കുന്നേ? ഞാൻ സ്നേഹിച്ച ആൾക്ക് യാതൊരു കളങ്കം വരാൻ പാടില്ലെന്ന് കരുതിയാ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. നീ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നരകമാക്കി മാറ്റി. ഓഹോ, നീ അത് സ്വർഗമാക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? കണ്ടവൾക്ക് വേണ്ടി കെട്ടിയവളെ കൈനീട്ടി അടിച്ചല്ലേ? പോ, ഞാനൊരു കൊലപാതകയാവുന്നതിന് മുമ്പ് ഇവിടുന്ന് പോ. അനുഭവിക്കും നീ. വെപ്പാട്ടി എന്ന് പറഞ്ഞാണോ കരയുന്നത്? അതുകൊണ്ട് കരഞ്ഞതല്ല. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം നശിച്ചല്ലോന്ന് ഓർത്ത് വിഷമിച്ചത്. അഞ്ച് മിനിറ്റ് പോലും വീട്ടിലിരിക്കാത്ത അച്ഛൻ ഇപ്പൊ ഏത് നേരവും മുറിയടച്ച് വീട്ടിലിരിക്കുവന്നെ. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും പള്ളു പറഞ്ഞാലും കൊച്ചുഞ്ഞാട്ടിനൊന്നും പറയരുത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ക്ഷമിക്കാനും ആശ്വസിപ്പിക്കാനും ഒരാളുണ്ടാവുന്നത് വലിയ കാര്യമാണ്. തനിച്ചാണെന്ന് തോന്നുന്നവർക്കേ അത് മനസ്സിലാവും. തനിച്ചാണെന്ന് തോന്നി തുടങ്ങി. നോക്കത്താ ദൂരത്ത് ആരുമില്ലാതെ തനിച്ച്. ഒന്നുമില്ല, ഒക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചുറക്കല്ലേ. കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ എല്ലാം മാറും. അന്ന് ഓർക്കുമ്പോ ഇതൊക്കെ ഒരു തമാശ കഥ. എന്നാ പെണ്ണ് കാണാൻ പോന്നേ? ഞാനും കൂടി വരട്ടെ? ചെറുക്കന് പേരും മറ്റും ചോദിക്കാൻ നാണോ ആണെങ്കിൽ ഞാൻ ചോദിക്കാം.
ബന്ധുക്കളായിട്ടുള്ള പെൺകുട്ടികളെ കൂടെ വരുന്ന ഒരു നാട്ടു നടപ്പുണ്ടല്ലോ. ഇത് പറയുമ്പോ ശുണ്ടി കയറി ഒരു ചീത്ത, അതാ ഞാൻ പ്രതീക്ഷിച്ചത്. പിരിയാൻ നേരം ഒന്ന് പിണക്കത്തിലാവട്ടെ, ഒന്ന് ദേഷ്യപ്പെട്ടൂടെ? ഞാൻ ഇന്നുവരെ നിന്നോട് വഴക്കിടുകയും ദേഷ്യപ്പെടുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ നീ തച്ചിലെടുത്ത് കയറി വന്നിട്ട് തരാൻ എനിക്കായിരുന്നു. അതിന് ഭാഗ്യം ആ കൊച്ചിന്. എനിക്ക് വിഷമമല്ല. അടുത്ത ജന്മം ഞാൻ കൊച്ചുഞ്ഞേട്ടന്റെ പെണ്ണായി ജനിച്ചോളാം. കണ്ടോ, അന്ന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്ത് വന്നാലും. രാമു, കരിമ്പ എവിടെ വന്നിരുന്നു? നിന്റെ ചോര വീഴുന്ന കണ്ടിട്ട് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അതിനൊന്നും പോകാനില്ല. ആ പെൺകുട്ടി ഒന്ന് കാണണം, ഒരു വാക്ക് പറയണം, ഒരു ഒറ്റ വാക്ക്. എന്തത്? എന്ത് പറ്റി? എന്താ കാര്യം എന്ന് പറയൂ. ജോയി പറയുന്നത് സാറാമ്മ അവന്റെ വീട്ടിൽ കിടന്ന് മരിച്ചുകൊണ്ട് ശവടുപ്പ് അവിടുന്ന് തന്നെ വേണമെന്നാ. അതെന്ത് ന്യായമാണോ? അമ്മച്ചിയുടെ അവസാന യാത്ര ഇവിടുന്ന് തന്നെ ആവണം. ന്യായവും അവകാശവും ഒന്നും നോക്കേണ്ട സമയമല്ല ഇത്. ആത്മാവ് വെടിഞ്ഞ ഒരു ദേഹത്തെ വെച്ച് ഇങ്ങനെ കളിക്കുന്നത് കർത്താവ് ഓർക്കുന്ന സംഗതിയല്ല. ആ, അപ്പച്ചന്റെ ദുഃഖം കാണാനുള്ള മനസ്സ് അവനുണ്ടായില്ല. പോട്ടെ, അതവന്റെ വാശിയായിക്കോട്ടെ. അവനെ ചൊല്ലിയാണ് എന്റെ അമ്മച്ചി ആയിക്കത്താതെ മരിച്ചത്. അച്ഛൻ അറിയോ, അവന്റെ വീട്ടിൽ അമ്മച്ചി ഒരിക്കൽ പോലും കാലെടുത്ത് കൂട്ടിയിട്ടില്ല. മനസ്സുകൊണ്ട് പോലും അമ്മച്ചി ചെല്ലരുന്ന് ആഗ്രഹിച്ച ആ സ്ഥലത്ത് നിന്ന് അമ്മച്ചി ഇറക്കി കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കാച്ചോ? ജോയിയോ വിവേകം കാണിച്ചു. ജോണി ഇങ്ങനെ സമ്മതം വിട്ടാലും നിങ്ങളുടെ അപ്പച്ചന്റെ സ്ഥിതി എന്താവും? ഇട്ടൂപ്പ് എന്താ ഒന്നും മിണ്ടാത്തത്? നീ വേണം ഒരു തീരുമാനം എടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. എന്റെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവച്ച് എന്റെ കൂടെ ജീവിച്ചവളാണ് സാറാമ്മ. എനിക്ക് മുൻപേ എന്നെ ഒന്ന് കാണാൻ പോലും കാത്തു നിൽക്കാതെ അവൾ പോയി. അവൾ ഉണ്ടായിട്ടേ എനിക്കെല്ലാം ഉണ്ടായിട്ടുള്ളൂ. ജോയി അല്ല, ആരെതിർത്താലും എന്റെ സാറാമ്മ ഇവിടെ കൊണ്ടുവരണം. അവൾക്ക് വേണ്ടി പണിത ഈ വീട്ടിൽ എല്ലാം കണ്ടും സഹിക്കും.
അവൾ ജീവിച്ച ഈ വീട്ടിൽ. ജെയിംസ്, വാ, ജോയിയോട് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കെട്ടിയെഴുന്നേറ്റ് അങ്ങോട്ട് ഓടുവാൻ എന്റെ അമ്മച്ചിയുടെ മൃഗം എന്താ പ്രദർശന വസ്തുവാണ്. ജോയി മോനെ, വയസ്സായ അപ്പന്റെ ആഗ്രഹമാണ്. മനുഷ്യർക്ക് വയസ്സായാൽ അടക്കൊതുക്കം വേണം. അതില്ലാണ്ടായാൽ എന്റെ പെങ്ങളെ മരിച്ചു കിടക്കുന്നു. ശവത്തെ ചൊല്ലി അപ്പനും മക്കളും കടിപിടി കൊടുക്കുന്നു. കർത്താവ് പുറത്തില്ല. തമ്മിലെടുക്കാൻ ദൈവം തന്ന അവസരമാണ്, അത് പാഴാക്കരുത്. ആ, പറഞ്ഞേക്കാം. നിന്നെ ഉപദേശിക്കാൻ പലരും കാണും, നിങ്ങൾ ഒരുമിക്കുന്ന ഇഷ്ടപ്പെടാത്ത പലരും. ജോയി മോനെ, അമ്മച്ചിയെ പോയി, ഇനി അപ്പച്ചനല്ലേ ഉള്ളൂ. ഞാൻ എന്ത് വേണം? അമ്മച്ചിയുടെ അത് മാത്രം സാധ്യമല്ല. എന്റെ കൂടെ അമ്മച്ചിയാ ഇവിടെ സമ്മതിച്ചത്. എന്റെ മടിയിൽ കിടന്നു. അമ്മച്ചിയുടെ അന്ത്യത്ര ഇവിടുന്ന് പുറപ്പെട്ടാൽ മതി. പങ്കുകൂടുന്നവർക്ക് കൂടാ. വാശിയും വഴക്കും വലുതായിട്ടുള്ളവര് വരണ്ട. അപ്പച്ച, അവൻ വാശി കാണിച്ചോട്ടെ, അവൻ തന്നെ ജയിച്ചോട്ടെ. അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടിയെങ്കിലും ഇപ്പൊ നമുക്ക് തോറ്റു കൊടുക്കാം. അപ്പച്ച, ഇട്ടുപ്പേ ജോണി പറയുന്നതിന്റെ ശരി. ഒരായുസിന്റെ മുഴുവൻ ആഗ്രഹം അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശരിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അതിനപ്പത്തിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? 10-30 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു നിമിഷത്തെ വാശിക്ക് വേണ്ടി പറയൂ അപ്പച്ച. അവസാനമായി അമ്മച്ചി ഒന്ന് കാണുമെന്ന് അപ്പച്ചന് ആഗ്രഹമില്ലേ? എന്റെ സാറാമ്മ, അവൾ എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ മനസ്സവൾ കാണുന്നുണ്ട്. അവൾ കൊടുത്തോളൂ. ജോണി, ആലിസിനെയും കൂട്ടി നീ പോയിക്കോളൂ. അപ്പച്ചനില്ല, ഞങ്ങൾ പോവില്ല. ഇല്ല മോനെ, നിങ്ങൾ പോകണം. അമ്മച്ചിയുടെ എല്ലാ അന്ത്യകർമ്മങ്ങളിലും നിങ്ങൾ പങ്കുകൊള്ളണം. ഞാനിവിടെ സോപ്പാകുന്ന നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ വിയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂടാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
ഇട്ടൂപ്പിനെ ഇനി കാക്കണം. മൂടി വെച്ചു. വരട്ടെ, ഇട്ടൂപ്പ് വരുന്നുണ്ട്. മാറിക്കൊടുത്തേ, വഴി വിട്ടു. അപ്പച്ച, എന്താ ജോണി? കണ്ണ് ചതിച്ചു. അതിനും പറഞ്ഞെത്തിയാൽ മതിയായിരുന്നു. ഇല്ല ജോണി, ഒന്നും വരില്ല. ഇതെന്താ ജോണി? ഇല്ല ബോബി, അവനും എത്തിയില്ല. അതിന് ടൈം ആകണല്ലേ ഉള്ളു മോനെ.
എന്തോന്ന് ടൈം? കേൾക്കാം. അവനിങ് എത്താൻ എങ്ങനെ ഇപ്പോ? ഡോണ്ട് വറി. എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്കും. എന്നെ ഒന്നും ചെയ്യരുത്. എന്നാ ബോബി, ബോബി, ഭാവി. എത്രയും നേരത്തെ അങ്കിൾ തിരിച്ചെത്തും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആന്റണിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ഡാഡിയുടെ വാക്കുകൾ നിഷേധിക്കുന്ന പോലെയാണ്. അങ്ങനെ ചെയ്യരുത്. എല്ലാം നോക്കിക്കൊള്ളണം. വരട്ടെ. വേഗം വരില്ലേ സാർ? വരും. ആന്റണി വരും. എന്താ സാർ? ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു കേൾക്കണം സാർ. അത് എന്ത്? എന്നെ വിശ്വാസമാണെന്ന്. കുട്ടികൾക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. സാറത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി. അവരെന്റെ സ്വന്തമാണ്, അല്ലേ സാർ? അതെ, ആന്റണിയുടെ സ്വന്തമാണ്. എന്റെ സ്വന്തം, എന്റെ മക്കള്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ജീവിക്കാൻ ഒട്ടും ആശ ഉണ്ടായിരുന്നില്ല സാർ. ഇപ്പൊ എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ പാടില്ല ജീവിതം വന്നുള്ളൂ, അല്ലേ സാർ? അതെ, കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചു എന്ന് വരില്ല. വേണ്ട, എനിക്കറിയാം സാർ. ഒരിക്കലും അംഗീകരിക്കണ്ട. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ. എന്റെ മനസ്സിൽ എനിക്ക് ഓമനിക്കാലോ. താരാട്ട് പാടാലോ. പുറത്തുനിന്നുള്ള സാർ, വാതിലിന് പുറത്ത്
നായെപ്പോലെ ഞാനിവിടെ കാവൽ കിടന്നു. കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. നടുക്കടലിൽ ഉപേക്ഷിച്ചു പോവുകയാണെന്നൊരു തോന്നൽ. ഇപ്പൊ അത് മാറി. ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത്. ഒരു ഭയവും വേണ്ട സർ. ആന്റണിയുടെ നെഞ്ചിൽ അവസാനത്തെ പിടപ്പ് നിൽക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. സാർ ധൈര്യമായിട്ട് പോകും. വാ. ആന്റണി, നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വിവരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങളാണത് ആദ്യം അറിയേണ്ടത്. മറ്റാരും അറിഞ്ഞിട്ടില്ല. വേണ്ട സർ, എനിക്കറിയണ്ട. അങ്ങയുടെ മനസ്സിൽ എന്നിത് രഹസ്യമായിട്ടിരിക്കട്ടെ. ഇവർ 3 പേര് എന്റെ സ്വന്തം മക്കളാണ്. ജന്മമുണ്ടെങ്കിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതോരവസ്ഥയെ ഓർക്കണമെല്ലാം സ്വകർമാവശഗതം. മദ്രാസുകാർ നേരത്തെ എത്തുമോ കൊച്ചുഞ്ഞു? എത്തും. എയർപോർട്ടിലേക്ക് ആള് പോയിട്ടുണ്ട്. മൂത്തവരിയ്ക്കുമ്പോ ചതയ്ക്ക് വെക്കാൻ പാടില്ലല്ലോ കൊച്ചേട്ടാ. സംഖ്യയില്ലാതോളം ുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥാമഹജ്ഞാനമുള്ളതും ബന്ധമെന്തീന ദേഹകെന്തുന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും മന്ദർമനോദ കണ്ടത്ഭുതം സംഭവം കമ്പിത പത്രഗ്രലഗ്നബിന്ദുണ്ടു തൽസംവദിച്ചിടുന്നതിന്നശ്വരം ദേഹത്ത കർമ്മണ പിന്നെയും പ്രഥമം. കഥ ഓർക്കാൻ എന്താടാ? നമ്മൾ ഷാപ്പിനകത്ത് തീ വെച്ചു.
നേരം എഴുതി വെച്ചതാ നിനക്കായിട്ട്. ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് എനിക്കറിയാം. പൊറുക്കുക. അവസാനമായി അച്ഛന് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ദുവിന്റെ കല്യാണം നീ കേവമായിട്ട് നടത്തണം. കൊച്ചേട്ട, എനിക്ക് എന്റെ മോളെ കാണോടെ കമലാസനാന്നും പറഞ്ഞ് ഭജനപ്പന്തലിൽ നിന്ന് എന്നെയും വിളിച്ചോണ്ട് വരികയായിരുന്നു. എന്റെ കൺമുമ്പിലിട്ട് എനിക്ക് ഓർത്തിട്ട് സഹിച്ചില്ല കൊച്ചേട്ട, എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ കൊച്ചുകുഞ്ഞെ ഞാൻ അവന്റെ ഷാപ്പിന് തീ വെച്ചു. എന്റെ വാസു കൊച്ചേട്ടന് കൊലക്കി കൊടുത്തു. എന്റെ ഷാപ്പിന് ഞാൻ തീ വെച്ചു. ഞാനാ തീ വെച്ചത്. അത് ഞാൻ എവിടെയും പറയും. കൊന്നോട്ടെ എന്നെ. പോലീസിലും പട്ടാളത്തിലും എവിടെ വേണമെങ്കിലും പറയും ഞാൻ. അവനെ, ആ ഉത്തമനെ ഞാൻ അന്വേഷിച്ചതാ. കണ്ടിരുന്നെങ്കിൽ ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ദണ്ണുണ്ട് കുഞ്ഞെ. ഇവിടത്തെ ഉപ്പും ചോറും തിന്നാ ഞാൻ വളർന്നേ. വാസു കൊച്ചേട്ടൻ എനിക്ക് എന്റെ അച്ഛനെ പോലെയാ. അവനെ, ആ ഉത്തമനെ, അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ സേതു, 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 എഴുതിക്കടാ. എന്താണെന്ന് എഴുതിട്ട് നോക്ക്. ഞാനൊന്നും ചെയ്തില്ല. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം നീ എന്തിനാ കുടിച്ചത്? അത് ഞാൻ കുടിച്ചോ ഇല്ലയോ? അല്ല, എതിർ കക്ഷിയിലുള്ള ഒരുപാട് പേര് നമ്മുടെ പക്ഷത്തേക്ക് ചേർന്നല്ലോ. അതിന്റെ സന്തോഷത്തിൽ ആ സന്തോഷത്തിന് നീ കുടിച്ചു. ഇവിടെയുള്ള എല്ലാവരുടെയും സന്തോഷം നീ നശിപ്പിച്ചു. അയ്യരെ, സത്യമായിട്ട് ഞാൻ അവളെ തൊട്ടിട്ട് പോലുമില്ല. നീ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പൊ ഈ പെണ്ണിനോട് നീ എന്ത് സമാധാനം പറയും? എന്ത് സമാധാനം പറയും? പറ. ആദ്യം അവളോട് എന്ത് മറുപടി പറയാനാ പോണെന്ന് ചോദിക്കേ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ മനസ്സിലാവില്ലേ? സരസു, ഞാൻ വേണ്ട, ഒന്നും മിണ്ടരുത്. ക്ഷമിക്കണമെന്ന് പറയുമ്പോ ക്ഷമിക്കാനും ശിക്ഷിക്കണമെന്ന് പറയുമ്പോ ശിക്ഷിക്കാനുമായിട്ട് നിങ്ങളൊരു സാധാരണ തെറ്റല്ല ചെയ്തത്. ഇവിടെ ഒരു പെണ്ണ, ഈ പാവം പെണ്ണിനെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? പഠിപ്പില്ലാത്തവളല്ലേ? ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾ എന്നെയും വഞ്ചിച്ചിരിക്കുന്നു. സരസു, ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വഭാവത്തോടെ അല്ല. ബോധമില്ലാന്ന് പറഞ്ഞ് സ്വന്തം അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ മേലതാവോ? ബോധമില്ലാതെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എന്തിനാ എല്ലാ ആണുങ്ങളും ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ പെണ്ണിനോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. എന്റെ സ്നേഹം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. വലിയ മുഖ്യമന്ത്രിയല്ലേ, നിങ്ങൾക്ക് ആരോട് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരുമില്ല. കൈയെടുക്ക്. സരസു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തില്ലെന്നാണോ പറയണേ? അതായത് തെറ്റല്ലെന്നാണോ? നമ്മുടെ സ്നേഹം സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമാവില്ലേ? എന്നെ വിശ്വാസമില്ലെങ്കിൽ നിന്നോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യരെ, കൊച്ചമ്മേ, വേണ്ട കൊച്ചമ്മേ, ഒന്ന് നിന്നെ. പഞ്ഞിയും തീപ്പൊരി അടുത്ത് വെച്ചത് എന്റെ തെറ്റ്. അറിഞ്ഞോ അറിയാതെ ഇവിടെ നശിപ്പിച്ചത് നിങ്ങളുടെ തെറ്റ്. നമ്മൾ രണ്ടുപേരും ചെയ്ത തെറ്റിന് ഈ പാവം പെണ്ണെന്തിന് ശിക്ഷ അനുഭവിക്കണം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കൺമുന്നിൽ ഒരു പെണ്ണിന്റെ ജീവിതം നിങ്ങൾ കാരണം നശിക്കാൻ പാടില്ല.
സരസു, ഞാൻ വേണ്ട. ഇവിടെ കല്യാണം കഴിക്കാന്നുള്ള വാക്കല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ ഒരിക്കലും ജീവനോടെ കാണില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ രക്ഷിച്ചു, പക്ഷെ എപ്പോഴും നടന്നെന്ന് വരില്ല. ശരി അയ്യരെ, കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വേഗം വേണം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനതിന് സമ്മതിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അച്ഛൻ വേണം ഈ കല്യാണം നടത്തി കൊടുക്കാൻ. മാലയിട്. സേവിക്കുട്ട, ഞാൻ നിന്റെ ഭാര്യയാടാ. നീ എവിടെ പോവാ? എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുക. ഇവിടെ ജോലിക്കായി വന്നവളാ ഞാൻ. ഈ മാലയുടെ അവകാശം ചേച്ചിക്കുള്ളതാ, അത് ഞാൻ തട്ടിപ്പറിച്ചു. പാർവതി, ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെ നടക്കൂ. സരസു, നിനക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ? വേണ്ട, കല്യാണം പോലും കഴിക്കാതെയാ ഞാൻ ഈ വീട്ടിൽ താമസിച്ചത്. കാരണം ഇതാണ് എന്റെ വീട്, ഇദ്ദേഹമാണ് എന്റെ ഭർത്താവെന്ന് കരുതി. അപ്പൊ അത് തെറ്റായിട്ട് തോന്നിയില്ല. എന്ന് അദ്ദേഹം എന്റെ സ്വന്തമല്ലാതായോ, പിന്നെ എന്ത് അവകാശത്തിൽ ഇവിടെ കഴിയും? ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് നാണക്കേട്. സരസു, എന്താ മോളെ? കരയാതെ മോളെ. മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഭാര്യയായിട്ടെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? മനസ്സിൽ മറ്റൊരുത്തിക്ക് സ്ഥാനം കൊടുത്തിട്ട് ഇവളുടെ കൂടെ എങ്ങനെ കഴിയുമെന്നാണോ? അതോ പണ്ടേ കഴിഞ്ഞുപോയ രാത്രിയല്ലേ, ഇനി എന്താണ് പുതുമയെന്ന് ആലോചിക്കുകയാണോ? എനിക്കറിയാം നിങ്ങൾ എന്നെ തൊടില്ലെന്ന്, പക്ഷേ ഞാൻ നിങ്ങളെ വിടില്ല. ചേടാ, പാല് തന്നിട്ട് കാലിൽ വീഴേണ്ടവള് കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്നല്ലോ എന്ന് ആലോചിക്ക. ഈ കല്യാണത്തിൽ നിങ്ങളല്ല എന്റെ കഴുത്തിൽ താലി കെട്ടിയത്, ഞാനാണ് നിങ്ങളുടെ കഴുത്തിൽ കുരുക്കിട്ടത്. എന്താ പൊള്ളിപ്പോയല്ലേ? ഈ ചൂട് നിനക്ക് താങ്ങാനായില്ലെങ്കിൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊളുത്തിയപ്പോ എന്ത് വേദനിച്ചിരിക്കും? എന്ത് ഞാൻ തീ വെച്ചെന്നോ? ആഹാ, എന്തൊരു അഭിനയ ഇത്! 6 കോടി ജനങ്ങളെ അഭിനയിച്ച് വഞ്ചിക്കുന്ന നിനക്ക് ഒരു പെണ്ണിനെ വഞ്ചിക്കാനാണോ പാട്? പക്ഷേ എന്നെ വഞ്ചിക്കാൻ ബുദ്ധിമുട്ടാ. കാരണം നീ തീ വെച്ചത് എന്റെ അച്ഛനെയാണ്. നീ CM-ന്റെ മോളാണോ? നിന്നെ പോലുള്ള രാഷ്ട്രീയക്കാരുടെ കണ്ണിൽ പെടേണ്ടെന്ന് കരുതിയാ താലോലിച്ച് വളർത്തേണ്ട എന്നെ എന്റെ അച്ഛൻ കണ്ണെത്താ ദൂരത്തയച്ച് പഠിപ്പിച്ചത്. അന്ന് എന്റെ അച്ഛനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു വന്നതാ. പക്ഷേ അന്ന് നടന്ന എന്റെ അച്ഛന്റെ വിവാഹ വാർഷിക ദിവസം നീ എന്റെ അച്ഛനെ ചുട്ടുകരിച്ചു കളഞ്ഞില്ലേ? അന്ന് എന്റെ അച്ഛനെ കൊന്നതുപോലെ നിന്നെയും കൊല്ലാൻ ഞാൻ തേടി നടക്കുകയായിരുന്നു. കണ്ടുപിടിച്ചു. ആ സമയം നീ എന്റെ കയ്യെത്താ ദൂരത്ത് മുഖ്യമന്ത്രി കസേരയിലായിരുന്നു. പക്ഷേ ഒരു പെണ്ണു വിചാരിച്ച ചീഫ് മിനിസ്റ്റർ അല്ല,
എന്തും കൈക്കലാക്കാൻ പറ്റും. നിന്റെ ഭാര്യാസ്ഥാനത്ത് നിന്ന് പകരം വീട്ടാനാ നീ എന്നെ നശിപ്പിച്ച പോലെ ഞാൻ അഭിനയിച്ചത്. അഭിനയിച്ചതാണോ? എന്താ, നീ നല്ലവനെ പോലെ അഭിനയിച്ച് നാട് ഭരിക്കുമ്പോ എനിക്കും അതുപോലെ ആയിക്കൂടെ? മഹാപാപി, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? ചെയ്യാത്ത തെറ്റോ? നീ തീ കൊളുത്തിട്ട് ഓടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഈ കൊലപാതകയുടെ മുഖം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. നീ കൊലപാതകയാണോ അല്ലയോ എന്ന തർക്കത്തിന് വന്നതല്ല ഞാൻ. നിന്നെ ശിക്ഷിക്കാൻ വന്നതാ, ജീവപര്യന്തം. അതും രാജകീയമായി, മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന അന്തസ്സോടെ. ഇനി നീ എന്നും മരിച്ച് ജീവിക്കണം. അത് കണ്ടെനിക്ക് ആഹ്ലാദിച്ച് ചിരിക്കണം. ഇനി ഒരിക്കലും നിന്നെ സമാധാനത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല, മര്യാദയ്ക്ക് ഭരിക്കാനും സമ്മതിക്കില്ല. ഏത് സ്ഥാനത്തിന് വേണ്ടി നീ എന്റെ അച്ഛനെ കൊന്നുവോ ആ സ്ഥാനം നിനക്ക് നഷ്ടപ്പെടണം. ഏത് ജനങ്ങൾ നിന്നെ തലേ കയറ്റി വെച്ചുവോ അവര് നിന്നെ താഴെയിട്ട് ചവിട്ടണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞ നിനക്കാ നാണക്കേട്. നീ രാത്രിയിൽ ദേഷ്യപ്പെട്ട രാവിലത്തെ പത്രത്തിൽ വരും, രാവിലെ ദേഷ്യപ്പെട്ടാലോ വൈകുന്നേരത്തെ പത്രത്തിലും വരും. പിന്നെ നിനക്കാ നാണക്കേട്. നീ ഇങ്ങനെ ഓടാനും വിളിക്കാനും നിന്നാ ശരിയാവില്ല. അല്ല ഞാനെന്ത് ചെയ്യാനാ? കൊടുക്കാനാണെ കാശുമില്ല കയ്യിൽ. എടാ നീ ഇന്ന് കാര്യം പറഞ്ഞ മനസ്സിലാക്ക്. നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ? അട്ട പിടിക്കുന്ന പോലെ പിടിക്കും. ഇരിക്കണ പണ്ടാരം. നീ എങ്ങോട്ടാ ഓടുന്നേ? വാ. എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത്? എവിടൊക്കെ എന്നെ നടത്തിച്ചു. വെളുപ്പിനെ 7 മണിക്ക് വന്നതാ. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ. എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടി പോയില്ലേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. സാധിക്കാനെങ്കിൽ എന്നെ വലിയ ഇഷ്ടായി. എന്നെ ഇരുത്തി കൂട്ടുക. പാന്റാ നല്ലത്, പാന്റാ നല്ലത്. നിറം ഇത്തിരി കുറഞ്ഞല്ലോ, വെയിലും ഉണ്ടിട്ടാ. അകത്തേക്ക് പൊക്കോ രാമചേട്ടാ, ഞങ്ങള് ഭാര്യയും ഭർത്താവ് ഇത്തിരി സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് പോകത്തിലാ കാണിക്കുന്നേ? അവരെ കയ്യുന്നോട്. അത് കൊള്ളാം. എന്റെ കെട്ടിയവന്റെ കയ്യെ പിടിക്കുന്നതിന് നിങ്ങളുടെ അനുവാദം വേണോ? ആ കെട്ടിയോനോ? കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയാലുണ്ടല്ലേ ഇടിച്ചിന്റെ പണ്ട ഞാൻ കിടക്കും. വേണ്ട ഏട്ടാ, അവരോട് പറഞ്ഞു മനസ്സിലാക്കി. ഓടി എവിടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ, ഞാനത് നുണ പറഞ്ഞതാ. എടി നീ പിന്നെ അവന്റെ കരുതേ തോന്നുന്നതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടായി. ആഹാ, എങ്കിലേ ചേട്ടന് നിന്നെ തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമന എന്നെ ഇങ്ങനെ ഇട്ട് നാറ്റിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്. ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്, കാശിന് വേണ്ടിയാ. ഇപ്പൊ അതൊക്കെ ഞാൻ നിർത്തി. എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ എത്ര കാശാ ഞാൻ തരേണ്ടത്? ഒന്നും തരണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. നാളെ ഞാൻ ബോംബെക്ക് പോവാ, വലിയൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക്. ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. പറയാൻ എനിക്ക് വേറെ ആരുമില്ല. മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ നല്ലവളൊന്നുമല്ല. നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടികളായിട്ട് ജീവിക്കണം എന്ന്. സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല. 12 വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല്. അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു. അതുപോട്ടെ, മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ? ഏതായാലും ഇനി എന്നെ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരില്ല. കാശിന് വേണ്ടി ചെയ്തതാണെങ്കിലും മരിക്കണ വരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ അടിച്ചു. സന്തോഷായി. വിശപ്പ് കിടണ്ട, പോയി ഊണ് കഴിച്ചോളൂ. ഞാൻ ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തൊരു കുട്ടികളെന്ന് വിചാരിച്ചു. തെറ്റുകൾ തേടി പോകുമ്പോൾ
നമുക്ക് ആവശ്യമായത് പലതും നഷ്ടപ്പെടുകയല്ലേ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വേദനയുണ്ട്. ചെയ്യുന്നല്ലോ എന്നോർത്തല്ല, ചെയ്യേണ്ടി വരുന്നല്ലോ എന്നോർത്ത്. അപ്പോഴെല്ലാം സാഹചര്യങ്ങളെ പഴിചൊല്ലി സ്വയം ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. കൂട്ടത്തിൽ പാവം നീ, എന്റെ എല്ലാം നീയാണ്, സർവ്വതും. നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നിനോടും പ്രതികാരമില്ല. നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. എന്നെ നോക്കാൻ നീ, നിന്നെ നോക്കാൻ ഞാൻ, നമ്മൾ നോക്കാൻ നമ്മുടെ കുട്ടികൾ. എന്തേ? അതിന് ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചേ തീരും. സഹായത്തിന് കൈനീട്ടാൻ നമുക്കാവില്ല. നീട്ടിയ കൈക്ക് തൊഴിക്കുന്ന ലോകമാണ്. ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ വളർത്തണം, പഠിപ്പിക്കണം. അതിന് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യണം. റോഡരികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമുള്ള ചാരുബെഞ്ചുകളിൽ രാത്രി ഉറങ്ങി ഞാൻ വളർന്നു. അവനത് പാടില്ല. ഓ, അതിന് കയ്യിൽ കുറെ പണം വേണം. ഇതുവരെ സമ്പാദിക്കുകയായിരുന്നില്ല, സഹായിക്കുകയായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരിക്കൽ കൂടി മാത്രം. എന്റെ കുട്ടിയെ നീ തൊട്ട് അശുദ്ധമാക്കരുത്. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടിയെടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഖാന്തരമാണ് ആ ബാപ്പമ്മ മരിച്ചത്. എന്തു പറ്റി? ഞാൻ ഇന്ന് പ്രയാഗെ കണ്ടു. അതിന് നീ സങ്കടപ്പെടുന്നതിന്? അവൾ പ്രസവിച്ചു. എന്റെ ബപ്പമ്മ മരിച്ചു. ഞാൻ നിമിത്തമാണ് ബപ്പമ്മ മരിച്ചത്. അല്ല രുക്മ, നമ്മൾ നിമിത്തം. ആരാണ് പ്രയാഗെ കല്യാണം കഴിച്ചത്? പട്ടുമാമ. എനിക്ക് പകരം എന്റെ അനുജത്തെ കുരുതി കൊടുത്തു. ഈ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും? സഹിക്കല്ല, എന്ത് ചെയ്യും? നീ സങ്കടപ്പെടരുത്. രുക്മേ, രഘുസാറ് പെട്ടെന്ന് അസുഖമുണ്ടോ? സ്കൂളിൽ വെച്ചായിരുന്നു, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് പോവാം ചേച്ചി, വേഗം പോവാം ചേച്ചി. രഘുസാറിന്റെ ഭാര്യയല്ലേ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. സാറിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? അറ്റാക്ക് അല്ലേ, സൂക്ഷിക്കണം. അകത്താരും നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കാരുണ്ട്? അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കരുത്. ചേട്ടനൊന്നും സംഭവിക്കില്ല.
സംസാരിക്കാതെ കിടക്കൂ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തണം. എന്താണ്? അയ്യോ, എന്താണ് ചേട്ടാ? അയ്യോ, അയ്യോ, ഡോക്ടർ, അദ്ദേഹത്തിന് എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു.